ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ വണ്ടി എടുത്തതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇതിന് തീരെ എന്താ പറയുക ശബ്ദം പോരാ. ഞാൻ നോക്കി 4 ഉള്ള സ്പീക്കറൊക്കെ നോക്കി, പക്ഷേ ഒരു ഇതിന് പഞ്ച് കിട്ടുന്നില്ല, ബാസ് കിട്ടുന്നില്ല. അപ്പോൾ വിചാരിച്ചു എന്ത് സബ് ബൂഫർ ഒന്ന് ആഡ് ചെയ്താലോ. പിന്നെ വണ്ടി ബേസ് മോഡലായതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോഗ് ലാമ്പ് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ നമ്മള് മാജിയുടെ പൊതുവെയുള്ള ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് ഭയങ്കര വൈബ്രേഷൻ. അപ്പൊ അതുകൂടി മാറ്റാൻ നമ്മളൊന്ന് ശ്രമിക്കാം. ഓക്കെ, ഇതിലിപ്പോ ഒരു നല്ലൊരു നീറ്റ് ക്വാളിറ്റി സബ് വൂഫർ കയറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 5000 റുപ്യാണ് വരുന്നത്. കുഴപ്പമില്ല. വയറിംഗ് കിറ്റ് അടക്കം നല്ല സർവീസാണ് ഇവരുടെ. കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇത്. ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത് എവിടുന്ന വെച്ചാൽ BP അങ്ങാടിക്ക് തൊട്ടടുത്തുള്ള ഓട്ടോ ഇൻഡസ് ആണ്. നമ്മളെ തൊട്ടടുത്തുള്ള പള്ളിയുടെ തൊട്ടടുത്താണ് സ്ഥലം വരുന്നത്. BP അങ്ങാടി പള്ളിയുടെ തൊട്ടടുത്ത്. ഇതിലിപ്പോ ചെയ്തിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ, പിന്നെ നല്ല സീറ്റ് വർക്കാണ്. അടിപൊളി സീറ്റ് വർക്കാണ്. ഏകദേശം ഒരു 10ന്റെ അടുത്ത് സാധനം വരും. നീറ്റ് സീറ്റ് വർക്കാണ് വരുന്നത്. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ ഇതിലൊരു 10 ഇഞ്ചിന്റെ സബ് വൂഫറും കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ വർക്ക് എടുത്ത് കഴിഞ്ഞുള്ള സ്വിഫ്റ്റിന്റെ ലുക്ക്. ആദ്യം DRL ഇല്ലാണ്ടാകുമ്പോ തന്നെ നല്ലൊരു ബോർ ഉണ്ടായിരുന്നു വണ്ടിക്ക്. കാരണം ബേസ് വേരിയന്റ് ആയതുകൊണ്ട്. അപ്പൊ നമ്മള് കുറച്ച് അത്യാവശ്യം വർക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്തിരിക്കണമെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് വെച്ചാല്, നമ്മള് ഒരു സ്റ്റിയറിംഗ് കവർ ആഡ് ചെയ്തു. ഓൾഡ് സീറ്റ് കവറൊക്കെ ഒന്ന് മാറ്റി ഇപ്പൊ ഒരു ഫ്രഷ് ലുക്ക് വണ്ടിക്ക് തരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്തിരിക്കുന്ന വെച്ചാല്, പിന്നെ ഇപ്പൊ ചെയ്ത ഫോഗ് ലാമ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, നമ്മള് വണ്ടി ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ റിംഗ് ലൈറ്റും എപ്പോഴും ഓൺ ആയിട്ട് തന്നെ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. കാണിച്ചു തരാം. നമ്മളെന്താ ചെയ്തിരിക്കുന്ന വെച്ചാൽ, ഇതിന്റെ മാറ്റി സുസുക്കിയുടെ ഓണ് ഭയങ്കര വൈബ്രേഷനൊക്കെയാണ് ഈ സ്റ്റിയറിംഗിന്റെ മുകളിലേക്ക് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മള് കുറച്ചും കൂടി റെസ്പോൺസ് കിട്ടുന്ന ഒരു ഹോണെ ആഡ് ചെയ്തു. നമ്മള് പോളോനൊക്കെ വരുന്ന ഹോണാണ് നമ്മൾ ആഡ് ചെയ്തത്. ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ കണ്ടോ, കുറച്ചും കൂടി നല്ല റെസ്പോൺസ് ആയ ഹോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡിയാക്കി. പിന്നെ നമ്മള് സബ് 10 ഇഞ്ചിന്റെ ആഡ് ചെയ്ത് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇതിൽ അധികം പൈസ ഇടാത്തതെന്ന് വെച്ചാൽ, അതൊരു ഫാമിലി വണ്ടിയാണ്. അതുകൊണ്ടാണ് സംഭവം ചെയ്യാത്തത്. നമുക്ക് അടുത്തൊരു വീഡിയോ അതിനായിട്ട് ചെയ്യാൻ പറ്റുക. കാരണം G-Sonic കുറച്ച് പാടാണ് ഇത് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ചെയ്ത് നമ്മളെ സബിൻ്റെ ബേസും കൂട്ടിയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് മൊത്തം ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ 14,000 ആണ് ആയിരിക്കുന്നത്. ഫോഗ് ലാമ്പ്, സീറ്റ് കവർ, സബ്, വയറിങ്, സ്റ്റിയറിംഗ് കവർ, ഇതൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ഈ റേറ്റ് ആയിരിക്കുന്നത്. അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റ് ആണ്. അത്യാവശ്യം അവർ ടൈം എടുത്ത് നല്ല നീറ്റായിട്ട് ചെയ്താണ്. ഞാൻ നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അവരെ വർക്കൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇതേപോലുള്ള ഓട്ടോമോട്ടീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ലെറ്റ് ഗോ 54 പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.